ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയാജത്. കേട്ടിട്ട് ഇനി പഠിക്കണ്ട എന്നുള്ള ഒരു തംബ്നെയിൽ കണ്ടിട്ടാണ് നിങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ എന്താണ് നമ്മുടെ കേട്ടറ്റിന് പറ്റിയത്? കേട്ടറ്റ് എന്ന് പറയുന്ന ഒരു ക്വാളിഫയിങ് എക്സാം നിർത്തലാക്കിയോ? കേട്ടറ്റിന് പകരം വേറെ ഏതെങ്കിലും എക്സാംസ് വരുന്നുണ്ടോ? തുടങ്ങിയിട്ടുള്ള സംശയങ്ങളായിരിക്കും നിങ്ങളെ ഈ വീഡിയോയിൽ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കേട്ടറ്റിന് പഠിക്കണ്ട എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടറ്റിന് എന്ത് ചെയ്യണ്ട, കാണാപാഠം പഠിക്കണ്ട. അതായത് നമുക്കറിയാം 2-3 എക്സാമിന് മുന്നേ കേട്ടറ്റിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ടായിരുന്നു. അതിൽ തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ എക്സാമിനും അതിനു മുൻപേ നടന്നിട്ടുള്ള കേട്ടറ്റ് എക്സാമിലും നമ്മൾ കണ്ടുവരുന്ന പുതിയ പാറ്റേൺ ഉണ്ട്. അവിടെ കാണാപാഠം പഠിച്ച് എക്സാം എഴുതുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഇനി മുതൽ നിങ്ങൾ കേട്ടറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻസ് നടത്തുമ്പോൾ കൃത്യമായി കോൺസെപ്റ്റുകൾ മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ടേക്ക് പോകാനായിട്ട്. അതായത് പെഡഗോജിനുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ സൈക്കോളജിയിലെ ആണെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇനി ബാക്കി വിഷയങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവിടെയും എന്ത് തന്നെയാണ് വരുന്നത്? ഒരു റിയൽ ക്ലാസ് റൂമിലായി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ സയൻസ് സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യേണ്ടത്, അതിൽ തന്നെ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് തന്നിട്ട് ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ ഏത് രീതിയിൽ കൂടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും, ഏതൊക്കെ അപ്രോച്ചുകളാണ് നിങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ള രീതിയിൽ ആപ്ലിക്കേഷൻ ലെവലിൽ നിൽക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ ആ രീതിയിൽ വരുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഉത്തരത്തിൽ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പഠന രീതിയിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. കാണാപാഠം പഠിക്കുന്നു, അല്ലെങ്കിൽ ഒരു തിയറി പഠിക്കുന്നു, അതാരാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, ആളുടെ പേര് പഠിക്കുന്നു, അതല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ പേര് പഠിക്കുന്നു, അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള കുറേയധികം സംഭാവനകൾ പഠിക്കുന്നു. ആ ഒരു രീതിയിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കിനി വരാൻ പോകുന്ന എക്സാംസ് ക്ലിയർ ആക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ പഠന രീതിയിൽ മാറ്റങ്ങൾ വരുത്താം. നമുക്ക് പുതിയ രീതിയിലുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും നമ്മൾ എങ്ങനെയാണ് പ്രിപ്പറേഷൻസ് നടത്തേണ്ടത്. ജസ്റ്റ് നമ്മൾ ബിഹേവിയറിസ്റ്റുകാർ പറയുന്നത് പോലെ തന്നെ ഒരു റോട്ട് ലേണിംഗ് മാത്രം മതിയോ, അതല്ലെങ്കിൽ ഒരു ചോദ്യം അതിനൊരു ഉത്തരം എന്നുള്ള രീതിയിലാണോ പഠിക്കേണ്ടത്? അതല്ല, ഒരു കോൺസെപ്റ്റിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി അതിന് അപ്ലിക്കേഷൻ ലെവലിൽ ചോദിച്ചു കഴിഞ്ഞാലും സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ഉത്തരം പറയാൻ കിട്ടുന്ന രീതിയിൽ വേണോ നമ്മൾ പഠിക്കാൻ എന്നുള്ളത്. കേട്ടറ്റ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും ക്വാളിഫൈ ചെയ്യേണ്ട ഒരു എക്സാമാണ് അല്ലേ? അപ്പോൾ കേട്ടറ്റ് അല്ലെങ്കിൽ നമ്മുടെ CTET ഇതാണ് നമ്മുടെ ക്വാളിഫിക്കേഷനായിട്ട് ഇപ്പോൾ വരുന്നത്, നിലവിലുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, നമ്മൾ കേട്ടറ്റ് നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട കാര്യം. അപ്പോൾ കേട്ടറ്റ് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പുതിയ പാറ്റേണുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കണം. പുതിയ രീതിയിൽ നമ്മുടെ പഴയ പഠന രീതികളൊന്ന് മാറ്റിവെച്ച് പുതിയ ചില പഠന രീതികൾ, ചില സ്മാർട്ടായിട്ടുള്ള ട്രിക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കേട്ടറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഉടനെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ലേണിംഗ് സ്ട്രാറ്റജി അങ്ങോട്ടേക്ക് മാറ്റുക, പുതിയ സ്ട്രാറ്റജി കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ പുതിയ പാറ്റേണുള്ള ചോദ്യങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ട് കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണോ നിങ്ങൾ പഠിക്കേണ്ടത് അതെല്ലാം കൃത്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള കേട്ടറ്റിൻ്റെ പുതിയ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കേട്ടറ്റ് കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3 മാത്സ് ഇംഗ്ലീഷ് ബാച്ചുകളാണ് സൈലം ടീച്ചിങ് എക്സാംസിൽ നിങ്ങൾക്ക് തരുന്നത്. അതുകൂടാതെ ആ ബാച്ചുകളൊക്കെ തന്നെയും ലൈവ് ബാച്ചുകളാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് കോൺസെപ്റ്റുകൾ ടീച്ചറുടെ അടുത്ത് ചോദിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും. കൂടാതെ കേട്ടറ്റ് കാറ്റഗറി 3 നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഫിസിക്കൽ സയൻസ് തുടങ്ങിയവയുടെ റെക്കോർഡഡ് ബാച്ചുകളും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ എന്ത് ചെയ്യുക, കേട്ടറ്റ് എക്സാമിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങാം. നമ്മുടെ കൂടെ പഠിച്ച് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ അനുസരിച്ച് സ്മാർട്ടായിട്ടുള്ള ചില ട്രിക്കുകളും വഴികളൊക്കെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കേട്ടറ്റ് നേടിയെടുക്കാം. ഓക്കെ, ഇനി അതുകൂടാതെ സൈലം ടീച്ചിങ് എക്സാംസ് നിങ്ങൾക്ക് വേണ്ടി ഒരു റാങ്ക് ഫയലും കൂടെ തരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആകുമ്പോൾ എന്താണ്, പഠനം സെറ്റാണ്. കൂടുതൽ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട, ഉടനെ തന്നെ എന്ത് ചെയ്യുക, കോഴ്സിൽ ജോയിൻ ചെയ്യുക, പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈഗോട്സ്കിയുടെ സ്കഫോൾഡിംഗ് എന്ന ആശയവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും അനുയോജ്യമായ പ്രസ്താവന? സാധാരണഗതിയിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്കഫോൾഡിംഗ് എന്നുള്ളത് വൈഗോട്സ്കിയുടെ കോൺസെപ്റ്റാണ്. ഇത് പഠിച്ചു വെച്ചിട്ടുണ്ടാവും. പക്ഷേ എന്താണ് സ്കഫോൾഡിംഗ്, ഇതൊരു ക്ലാസ് റൂം ലെവൽ ആപ്ലിക്കേഷനിലോട്ട് പോകുമ്പോൾ എന്താണ് ഈ ഒരു കോൺസെപ്റ്റിൻ്റെ പ്രത്യേകത എന്നുള്ളതൊന്നും കിട്ടില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്. എന്താണ് സ്കഫോൾഡിംഗ്?
അതിൻ്റെ ഒരു എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ എങ്ങനെ വരും എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ തന്നിട്ടുള്ളതിൽ സ്കഫോൾഡിംഗ് എന്ന് പറയുന്ന ഒരു ആശയവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അനുയോജ്യമായ പ്രസ്താവന. ആദ്യത്തേത്, കുട്ടിക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ അധ്യാപകൻ ഇടപെടുക. ബി, സങ്കീർണമായ ഒരു പ്രശ്നം പരിഹരിക്കാൻ കുട്ടിക്ക് ആവശ്യമായ താൽക്കാലിക പിന്തുണ നൽകുകയും കുട്ടിക്ക് കഴിവ് കൂടുമ്പോൾ അത് പിൻവലിക്കുകയും ചെയ്യുക. സി, കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ ചെയ്യാൻ നിർദ്ദേശിക്കുക. ഡി, കുട്ടിക്ക് നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും അവസാനിക്കുന്നതുവരെ തുടരുക. എന്താണ് ശരിയായ കൈത്താങ്, ശരിയായ സ്കഫോൾഡിംഗ്? വൈഗോട്സ്കി പറയുന്ന കൈത്താങ് അതല്ലെങ്കിൽ സ്കഫോൾഡിംഗ് എന്നുള്ളത് എന്താണ്? ബി ആണ് അല്ലേ. സങ്കീർണമായ ഒരു പ്രശ്നം പരിഹരിക്കാൻ കുട്ടിക്ക് ആവശ്യമായ താൽക്കാലിക പിന്തുണ നൽകുകയും കുട്ടിക്ക് കഴിവ് കൂടുമ്പോൾ അത് പിൻവലിക്കുകയും ചെയ്യുക അല്ലേ. ഒരു പുതിയൊരു കാര്യം കുട്ടി ചെയ്യുന്നു, അപ്പോൾ ചിലപ്പോൾ പുതിയൊരു കാര്യം ആയതുകൊണ്ട് തന്നെ കുട്ടിക്ക് ചിലപ്പോൾ പ്രീവിയസ് നോളജ് ഉണ്ടാവില്ല. ആ കുട്ടിക്ക് ചിലപ്പോൾ ഒറ്റയ്ക്ക് ആ പ്രവർത്തനം ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ കുട്ടിയേക്കാൾ കൂടുതൽ അറിവുള്ളൊരു വ്യക്തി, ടീച്ചറായിരിക്കാം, പാരൻസ് ആയിരിക്കാം, അതല്ലെങ്കിൽ വീട്ടിലെ മുതിർന്ന ആളുകളായിരിക്കാം, അവരെന്ത് ചെയ്യുന്നു, കുട്ടിക്ക് സഹായം കൊടുക്കുന്നു. ചില ഹിൻഡുകൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അങ്ങനെ പതുക്കെ കുട്ടി എന്ത് ചെയ്യുന്നു, ഒറ്റയ്ക്ക് ആ പ്രവൃത്തി ചെയ്യാൻ പഠിക്കുന്നു. അങ്ങനെ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ, ഒറ്റയ്ക്ക് ചെയ്യാനായിട്ടുള്ള കഴിവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യണം, ആ കൊടുക്കുന്ന സ്കഫോൾഡിംഗ് അവിടെ പിൻവലിക്കണം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഗാർട്ട്നറുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് സിദ്ധാന്തം അനുസരിച്ച് ഒരു വ്യക്തിക്ക് മറ്റുള്ളവരുടെ വികാരങ്ങളും ഉദ്ദേശ്യങ്ങളും മനസ്സിലാക്കാൻ പ്രത്യേക കഴിവുണ്ടെങ്കിൽ ഏതുതരം ബുദ്ധിയാണ് ആ വ്യക്തിയിൽ കൂടുതൽ ഉള്ളത്? ഇൻട്രാപേഴ്സണൽ, നാച്ചുറലിസ്റ്റിക്, ഇന്റർപേഴ്സണൽ, ലോജിക്കോ മാത്തമാറ്റിക്കൽ അല്ലേ. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി, ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം കൊണ്ടുവന്നിട്ടുള്ള ആൾ തൊണ്ടയേക്കാണെന്ന് നമുക്കറിയാം. അതിലേതൊക്കെ ബുദ്ധിയുണ്ടെന്ന് നമുക്കറിയാം. ചില സാഹചര്യങ്ങളിൽ ഈ ബുദ്ധികൾ, ഓരോ ബുദ്ധിയുടെയും സവിശേഷതയെ ആസ്പദമാക്കിക്കൊണ്ട് ഇത്തരത്തിൽ ചോദ്യങ്ങൾ വരും. അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി എന്നുള്ളത്. നിലവിൽ നമ്മൾ ബിലീവ് ചെയ്യുന്നത് ഇത്തരത്തിലൊരു മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ആണ്. കാരണം കുട്ടികൾക്ക് പലതരത്തിലുള്ള ബുദ്ധികൾ ഉണ്ടായിരിക്കും. അതിലെല്ലാവർക്കും ബുദ്ധി ഒരേപോലെ ആവില്ല, പലതരത്തിലുള്ള കഴിവുകളാണ് ഉണ്ടാവുന്നത്. അത് ബിലീവ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ് റൂമിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ബുദ്ധിയുടെ പ്രത്യേകത എന്താണ്? ഒരു വ്യക്തിക്ക് മറ്റുള്ളവരുടെ വികാരങ്ങളും ഉദ്ദേശ്യങ്ങളും മനസ്സിലാക്കാൻ പ്രത്യേക കഴിവുണ്ടെങ്കിൽ ആ കുട്ടിയിൽ ഏത് ബുദ്ധിയാണ് കൂടുതലുള്ളത്? ഏതാണ്? ഇന്റർപേഴ്സണൽ അല്ലെ. ഇന്റർ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? മറ്റുള്ളവർ. ഓക്കെ, അപ്പം മറ്റുള്ളവരുമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരെ മനസ്സിലാക്കാനായിട്ടുള്ളൊരു കഴിവ്, അതാണ് ഇന്റർപേഴ്സണൽ ഇൻ്റലിജൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിയാഷെയുടെ വികാസഘട്ടങ്ങളിൽ കോൺക്രീറ്റ് ഓപ്പറേഷണൽ ഘട്ടത്തിലെ കുട്ടികളുടെ പ്രധാന സവിശേഷതയല്ലാത്തത് ഏതാണ്? പിയാഷെയുടെ വികാസഘട്ടങ്ങളിൽ കോൺക്രീറ്റ് ഓപ്പറേഷണൽ ഘട്ടം, അവിടുത്തെ സവിശേഷത അല്ലാത്തത്. ഇതും എന്താണ്, ചെറിയ രീതിയിൽ കുഴപ്പിക്കുന്ന ചോദ്യമാണ് അല്ലേ. സാധാരണഗതിയിൽ നമുക്ക് ചിലപ്പോൾ കുട്ടിയുടെ ഏജ് തരും. ഏജ് തന്നിട്ട് ഈ കുട്ടി ഏത് ഘട്ടത്തിലാണ് ഉൾപ്പെടുന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കും. അതല്ലെങ്കിൽ ഒരു പ്രത്യേകമായിട്ടൊരു സിറ്റുവേഷൻ തന്നിട്ട് ആ സിറ്റുവേഷനിൽ ഉൾപ്പെടുന്ന കുട്ടി പിയാഷെയുടെ തിയറി അനുസരിച്ച് ഏത് ഘട്ടത്തിലായിരിക്കും. അങ്ങനെ പല പല രീതിയിൽ തിരിച്ചും മറിച്ചും ഒക്കെ ചോദ്യം വരുന്ന ഒരു ഏരിയയാണ് പിയാഷെയുടെ തിയറി. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? തന്നിട്ടുള്ളതിൽ ഏതാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ ഘട്ടത്തിലെ സവിശേഷത അല്ലാത്തത്? അല്ലാത്തതാണ് കേട്ടോ. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. അല്ലാത്തതേത്, ആയതേത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ, സംരക്ഷണം എന്ന ആശയം മനസ്സിലാക്കാൻ കഴിയുക. ബി, ചിഹ്നങ്ങളെയും അമൂർത്തമായ കാര്യങ്ങളെയും പൂർണ്ണമായി വിശകലനം ചെയ്യുക. സി, കാര്യങ്ങളെ ലോജിക്കലായി ക്രമീകരിക്കാൻ കഴിയുക. ഡി, റിവേഴ്സിബിലിറ്റി എന്ന ആശയം മനസ്സിലാക്കുക. ഇതിലേതാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ ഘട്ടമാണ് അല്ലേ. ആദ്യത്തേത് സെൻസറി മോട്ടോ സ്റ്റേജ് ആണ്, രണ്ടാമത്തേത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, മൂന്നാമത്തേത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, നാലാമത്തേത്
ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പോൾ ഇവിടെ 4 ഘട്ടങ്ങളിൽ കൂടെയാണ് എന്ത് ചെയ്യുന്നത്, കുട്ടികളുടെ വൈജ്ഞാനികമായിട്ടുള്ള കഴിവുകൾ വികസിക്കുന്നത്. അപ്പോൾ അതിൽ ആൻസർ വരുന്നത് ഏതാണ്? സവിശേഷതയല്ലാത്തത്, ചിഹ്നങ്ങളെയും അമൂർത്തമായ കാര്യങ്ങളെയും പൂർണ്ണമായി വിശകലനം ചെയ്യുക. അബ്സ്ട്രാക്ട് തിങ്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ തന്നെയും കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഈ 3ാമത്തെ ഘട്ടത്തിൽ ഉൾപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 4th ക്വസ്റ്റ്യൻ. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ഇല്ലാതെ, ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ഇല്ലാതെ കണ്ടീഷൻഡ് റെസ്പോൺസ് തുടരാത്ത അവസ്ഥയെ എന്ത് വിളിക്കുന്നു? അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ഇല്ലാതെ കണ്ടീഷൻഡ് റെസ്പോൺസ് തുടരാത്ത അവസ്ഥയെ എന്ത് വിളിക്കുന്നു? എക്സ്റ്റൻഷൻ, സ്പോണ്ടേനിയസ് റിക്കവറി, സ്റ്റിമുലസ് ജനറലൈസേഷൻ, സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ. എന്താണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് അല്ലേ? പാവ്ലോവിൻ്റെ പട്ടീനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ പാവ്ലോവിൻ്റെതാണ് പൗരാണിക അനുബന്ധന സിദ്ധാന്തം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? കുറച്ച് കുഴപ്പിക്കുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് അല്ലേ? അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ഇല്ലാതെ കണ്ടീഷൻഡ് റെസ്പോൺസ് തുടരാത്ത അവസ്ഥ. എന്താണ് തുടരാത്ത അവസ്ഥ? നമുക്കൊന്ന് നോക്കാം അല്ലേ? ഇവിടെ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്നത് ഏതാണ്? ഫുഡാണ്. ഈ ഫുഡിന് ഉണ്ടായിട്ടുള്ള റെസ്പോൺസ്, അതായത് അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നത് സലൈവേഷൻ, സലൈവ പ്രൊഡക്ഷൻ. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ബെൽ സൗണ്ടിനെയാണ് നമ്മൾ കണക്ട് ചെയ്തെടുക്കുന്നത് അല്ലേ? ഇവിടെ ഫുഡിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ബെൽ സൗണ്ടും കൂടെ കണക്ട് ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് വരുന്നുണ്ട്? സലൈവ പ്രൊഡക്ഷൻ സംഭവിക്കുന്നു. കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ്? അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ഇല്ലാതെ, അതായത് ഫുഡില്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബെൽ സൗണ്ട് മാത്രം കേൾപ്പിക്കുമ്പോൾ അവിടെ എന്ത് വരുന്നില്ല? സലൈവ പ്രൊഡക്ഷൻ തുടരാത്ത അവസ്ഥ. ആ അവസ്ഥേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്റ്റൻഷൻ, വിലോപം അല്ലേ? എക്സ്റ്റൻഷൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്, ഫുഡില്ലാതെ കണ്ടീഷൻഡ് റെസ്പോൺസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? തുടരില്ല അല്ലേ? ആദ്യമൊക്കെ എന്താണ്? ആദ്യമൊക്കെ നമ്മൾ പറഞ്ഞു ഫുഡ് കൊടുത്തില്ലെങ്കിലും ബെൽ സൗണ്ട് കേൾക്കുമ്പോൾ ആദ്യമൊക്കെ എന്ത് സംഭവിക്കുന്നുണ്ട്? സലൈവ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. പക്ഷേ കുറേ തവണ നമ്മൾ ബെൽ സൗണ്ട് മാത്രം കേൾപ്പിക്കുന്നു, ഫുഡ് കൊടുക്കുന്നില്ലെങ്കിൽ പതുക്കെ പതുക്കെ കണ്ടീഷൻഡ് റെസ്പോൺസ് അവിടെ തുടരില്ല, സലൈവ പ്രൊഡക്ഷൻ നടക്കില്ല. ആ അവസ്ഥേനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5. കോൾബർഗിൻ്റെ ധാർമ്മിക വികാസ സിദ്ധാന്തം അനുസരിച്ച് ഒരു വ്യക്തി നിയമങ്ങൾ അനുസരിക്കുന്നത് ശിക്ഷ ഒഴിവാക്കാൻ വേണ്ടിയാണെങ്കിൽ ആ വ്യക്തി ഏത് ഘട്ടത്തിലാണ്? ഇവിടെയും എന്താണ്? കൃത്യമായിട്ട് നമ്മുടെ മൊറാലിറ്റി ഡെവലപ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന തിയറിയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അവിടെ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നില്ല? നിയമങ്ങൾ അനുസരിക്കുന്നത് ശിക്ഷ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. സോ അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി ഏത് ഘട്ടത്തിലാണ്? കുറച്ചും കൂടി എളുപ്പമുള്ളൊരു ചോദ്യമാണ് അല്ലേ? നമുക്ക് ഡയറക്റ്റ് ആയിട്ടല്ല എന്നുണ്ടെങ്കിലും കാര്യം നമുക്ക് കിട്ടും. ഇവിടെ ഏതാണ്? പ്രീ കൺവെൻഷൻ ഘട്ടം, കൺവെൻഷണൽ ഘട്ടം, പോസ്റ്റ് കൺവെൻഷണൽ ഘട്ടം, ഫോർമൽ ഘട്ടം. ഏത് ഘട്ടമാണ്? പ്രീ കൺവെൻഷണൽ ഘട്ടം അല്ലേ? പ്രീ കൺവെൻഷണൽ ഘട്ടത്തിൽ നമ്മൾ 2 സ്റ്റേജുകൾ കാണുന്നുണ്ട്. ഒന്ന് ശിക്ഷ ഒഴിവാക്കാൻ വേണ്ടി അനുസരിക്കുന്ന ഒരു ഘട്ടവും കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഉള്ള ഒരു ഘട്ടവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 സ്റ്റേജുകളാണ് പ്രീ കൺവെൻഷണൽ ലെവലിൽ കാണാൻ പറ്റുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ടോൾമാൻ്റെ ലേണിംഗ് തിയറി പ്രകാരം ഒരു കുട്ടി താൻ ചെയ്യുന്ന കാര്യങ്ങൾക്കു വേണ്ടി പ്രത്യേകമായി ഒരു സമ്മാനവും ലഭിക്കുന്നില്ലെങ്കിലും ആ പ്രവൃത്തി മനസ്സിലാക്കി വെക്കുന്നതിനെ എന്തു വിളിക്കുന്നു?
ടോൾമാൻ്റെ ലേണിംഗ് തിയറി പ്രകാരം ഒരു കുട്ടി താൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ഒരു സമ്മാനവും ലഭിക്കുന്നില്ലെങ്കിലും ആ പ്രവൃത്തി മനസ്സിലാക്കി വെക്കുന്നതിനെ എന്ത് വിളിക്കുന്നു? ഇൻസൈറ്റ് ലേണിംഗ്, ലേറ്റൻറ്റ് ലേണിംഗ്, ഓപ്പറൻ്റ് കണ്ടീഷനിങ്, സോഷ്യൽ ലേണിംഗ്. ഇവിടെ ഏതാണ് ആൻസർ വരുന്നത്? ടോൾമാനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന തിയറി ഏതാണ്? ഏത് ലേണിംഗ് തിയറിയാണ് എഡ്വേർഡ് ടോൾമാൻ അവതരിപ്പിച്ചിട്ടുള്ളത്? ലേറ്റൻറ്റ് ലേണിംഗ് ആണ് അല്ലേ? ലേറ്റൻറ്റ് ലേണിംഗ്, അല്ലെങ്കിൽ നമ്മൾ പറയും മറഞ്ഞിരിക്കുന്ന പഠനം, ഒളിഞ്ഞിരിക്കുന്ന പഠനം എന്നൊക്കെ നമ്മൾ പറയുന്നതല്ലേ, അതാണ് ഇവിടെ ടോൾമാൻ്റെ ലേറ്റൻറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു കാര്യം കുട്ടിക്ക് അറിയാം, ഉള്ളിലുണ്ട്, പക്ഷെ കുട്ടി ഇവിടെ എന്ത് ചെയ്യുന്നില്ല? സമ്മാനങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ട് കുട്ടി ആ പ്രവൃത്തി എന്ത് ചെയ്യുന്നില്ല? പുറത്തോട്ട് എടുക്കുന്നില്ല എന്ന് മാത്രം. ഫോർ എക്സാമ്പിൾ നമ്മുടെ എഡ്വേർഡ് ടോൾമാൻ എലിയിലാണ് പരീക്ഷണം നടത്തുന്നത്. എലിയിൽ പരീക്ഷണം നടത്തുക എന്ന് പറയുമ്പോൾ T ഷേപ്പിലുള്ള ഒരു വഴിയിൽ കൂടെ എന്ത് ചെയ്യുന്നു? എലിയെ പറഞ്ഞു വിടുന്നു. അപ്പോൾ എലി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കുറേ സമയമെടുത്ത് പലതരത്തിലുള്ള കളികളിലൊക്കെ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? എലി ആ വഴിയിൽ കൂടെ പുറത്തേക്ക് എത്തുന്നത്. അത് കുറേ തവണ എന്ത് ചെയ്യുന്നു? റിപ്പീറ്റ് ചെയ്യുന്നു. എലീനെ ഈ T ഷേപ്പിലുള്ള വഴിയിൽ കൂടെ നമ്മളിങ്ങനെ കടത്തി വിടുന്നു. പിന്നീട് ഒരു 10 തവണ അങ്ങനെ ചെയ്തതിന് ശേഷം 11ാമത്തെ തവണ മുതൽ വഴി അവസാനിക്കുന്നിടത്ത്, അതായത് പുറത്തേക്ക് എത്തുന്ന നേരത്ത് എലിക്ക് എന്ത് കൊടുക്കുന്നു? ഫുഡ് കൊടുക്കുന്നു. അത് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പം അങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എലി എന്ത് ചെയ്യുന്നുണ്ട്? വളരെ വേഗത്തിൽ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് പുറത്തോട്ട് എത്തുന്നുണ്ട്. കാരണം എന്താണ്? അവിടെ എലിക്ക് സമ്മാനം കിട്ടുന്നുണ്ട്. അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ടോൾമാൻ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, ഓൾറെഡി എലിക്ക് എന്തറിയാം? പുറത്തേക്ക് വരാനായിട്ടുള്ള വഴി അറിയാം, അവിടുത്തെ ഷോർട്ട് കട്ടും അറിയാം, അതേ വേഗത്തിലെത്താനൊക്കെ എലിക്ക് അറിയാം. പക്ഷേ സമ്മാനം കിട്ടാത്തത് കൊണ്ട് എലി അവിടെ എന്ത് ചെയ്യുന്നില്ല? ആ അറിയാവുന്ന കാര്യം പുറത്തോട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരവസരത്തിൽ സമ്മാനം കിട്ടിത്തുടങ്ങിയപ്പോൾ തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ അറിവ് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? സമ്മാനം പെട്ടെന്ന് മേടിക്കാനായിട്ട് നോക്കുന്നു. അപ്പോൾ റിവാർഡുകളില്ലാതെയും അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? പ്രവൃത്തി മനസ്സിലാക്കി വെക്കുന്നുണ്ട്. പക്ഷെ റിവാർഡുകൾ കിട്ടുമ്പോൾ അതെന്ത് ചെയ്യുന്നു? നല്ല രീതിയിൽ പുറത്തോട്ടെടുക്കുന്നു. അതാണ് ലേറ്റൻറ്റ് ലേണിംഗ്, അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്ന പഠനം എന്നുള്ള രീതിയിൽ ടോൾമാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കുട്ടിക്ക് ഒരേ സമയം 2 ആകർഷകമായ കാര്യങ്ങളിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുക്കാൻ കഴിയാതെ വരുമ്പോഴുണ്ടാകുന്ന മാനസിക സംഘർഷം ഏതാണ്? ഒരു കുട്ടിക്ക് ഒരേ സമയം തന്നെ 2 ആകർഷകമായ കാര്യങ്ങളിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുക്കാൻ കഴിയാതെ വരുമ്പോഴുണ്ടാകുന്ന മാനസിക സംഘർഷം, അല്ലെ? കോൺഫ്ലിക്റ്റ്, മെൻ്റൽ കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ മെൻ്റൽ കോൺഫ്ലിക്റ്റ് ആര് തമ്മിലാണ് നടക്കുന്നത്? പോസിറ്റീവായിട്ടുള്ള 2 കാര്യങ്ങൾ തമ്മിൽ നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യാണ്? കോൺഫ്ലിക്റ്റ് ചെയ്യപ്പെടുന്നു. ഇതിലൊരെണ്ണം മാത്രമേ എന്തായിട്ട് വരുള്ളൂ? വിജയിക്കുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള മാനസിക സംഘർഷം ഏതാണ്? അപ്രോച്ച് കോൺഫ്ലിക്റ്റ്, അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്, അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്, മൾട്ടിപ്പിൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. 2 പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അല്ലേ? അതിൽ നിന്നും ഒന്ന് തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട് അതേതാണ്? അപ്രോച്ച് കോൺഫ്ലിക്റ്റ് ആണ്. 2ഉം പോസിറ്റീവാണ്. അതായത് ഇന്ന് വൈകുന്നേരം എനിക്കെന്താണ്? കൂട്ടുകാരോടൊപ്പം കളിക്കാൻ പോകണം. അതേസമയം തന്നെ എന്താണ്? എൻ്റെ ഫാമിലിയിലെ കുറച്ച് ബന്ധുക്കളുടെ കൂടെ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ എനിക്ക് സിനിമയ്ക്ക് പോകണം. 2ഉം എനിക്ക് എന്താണ്? ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ 2 കാര്യത്തിൽ നിന്നും ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ചൂസ് ചെയ്യാൻ പറ്റൂ. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഉണ്ടാകുന്ന മാനസിക സംഘർഷമാണ് അപ്രോച്ച് കോൺഫ്ലിക്റ്റ്. 2ഉം നമുക്ക് എന്ത് ചെയ്യാൻ ആഗ്രഹമുണ്ട്? അപ്രോച്ച് ചെയ്യാനായിട്ടുള്ള ആഗ്രഹമുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ബന്ദൂരയുടെ സോഷ്യൽ ലേണിംഗ് തിയറിയിൽ ഒരു കുട്ടി മറ്റൊരാളെ നിരീക്ഷിച്ചു പഠിക്കുന്നതിന് ഏറ്റവും അനിവാര്യമായ ഘടകം ഏതാണ്? ഓക്കെ, നമുക്കറിയാം നിരീക്ഷണ പഠന സിദ്ധാന്തം. അതാണ് നമ്മുടെ ബന്ദൂര കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സാധാരണഗതിയിൽ നിരീക്ഷണ പഠന സിദ്ധാന്തത്തിൽ ആദ്യത്തെ ഘട്ടം ഏത്, രണ്ടാമത്തെ ഘട്ടം ഏത്, ഏതൊക്കെ ഘടകങ്ങളുണ്ട്, ഏതൊക്കെ ഘട്ടങ്ങളില്ല എന്നുള്ള രീതിയിലാണ് ചോദ്യം വരാറ്. ഇവിടെ എന്താണ് കൊടുത്തിട്ടുള്ളത്?
ഒരു കുട്ടി മറ്റൊരാളെ നിരീക്ഷിച്ചു പഠിക്കുന്നതിന് ഏറ്റവും അനിവാര്യമായ ഘടകം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കുറച്ചും കൂടി എന്താണ്, ഒരു വളഞ്ഞു മൂക്ക് പിടിക്കുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെന്ന് മാത്രം. ശ്രദ്ധ, മോട്ടിവേഷൻ, റിഹേഴ്സൽ, കണ്ടീഷനിങ്. ഇതിലേതാണ് നിരീക്ഷണ പഠനത്തിന് ഏറ്റവും അനിവാര്യമായ ഘടകം? ഏതാണ് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത്? ശ്രദ്ധയാണ് അല്ലേ? നിരീക്ഷണ പഠന സിദ്ധാന്തത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പഠനം സംഭവിക്കുന്നത് എങ്ങനെയാണ്? 4 ഘട്ടങ്ങളിലൂടെയാണ്. അതിലേറ്റവും ആദ്യത്തെ ഘട്ടമാണ് ശ്രദ്ധ അല്ലെങ്കിൽ അറ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ഘടകമാണ് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഘടകമായിട്ട് വരുന്നത്. ബാക്കിയുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ്? അറ്റൻഷൻ, റിറ്റൻഷൻ, പെർഫോമൻസ്, റീഇൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ, ഒബ്സർവേഷൻ ലേണിംഗുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് ബന്ധുവരെ കൊണ്ടുവന്നിട്ടുള്ള 4 ഘട്ടങ്ങളാണിത്. അറ്റൻഷൻ ചെയ്യുന്നു, റിറ്റൻഷൻ ചെയ്യുന്നു, പെർഫോം ചെയ്യുന്നു, റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടുന്നതിനനുസരിച്ച് അത് ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നു, ചിലപ്പോൾ അത് വേണ്ട എന്ന് വെക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ള കോൺസെപ്റ്റുകളെ ബേസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് പുതിയ ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത്. കോൺസെപ്റ്റുകൾ സെയിം ആണ്, ചോദ്യങ്ങൾ വരുന്ന പാറ്റേണിലാണ് മാറ്റം വരുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങളിനി പ്രിപ്പറേഷൻസ് മുന്നോട്ടേക്ക് പോവുക. പ്രിപ്പറേഷൻസൊക്കെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ അങ്ങനെ പോയിക്കോട്ടെ. അധികം വൈകാതെ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ എക്സാം കഴിയും അല്ലേ? ജൂലൈ ഒരു 12-13 കൂടിയിട്ട് ടീച്ചേഴ്സിൻ്റെ എക്സാം കഴിയും. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ കേട്ടറ്റും വിളിക്കും. എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന കേട്ടറ്റ് ആണ് വിളിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിനി അധികം സമയം ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കാരണം ഓൾറെഡി എന്താണ്, നമ്മുടെ കേട്ടറ്റിൻ്റെ സൈക്കിളൊക്കെ തന്നെയും ലേറ്റ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്നൊരു കേട്ടറ്റ് എക്സാം വിളിച്ചു കഴിഞ്ഞാലും നമുക്കവിടെ എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് ആവശ്യമായിട്ടുള്ള മാർക്ക് അവിടെ നേടാനായിട്ട് പറ്റണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യുക. പഴയ രീതിയിൽ വരുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള റോട്ട് ലേണിങ്ങിനൊന്നും ഇപ്പോൾ യാതൊരു സ്കോപ്പും ഇല്ല. അപ്പോൾ അപ്ലിക്കേഷൻ ലെവലിൽ ചോദിച്ചു കഴിഞ്ഞാലും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ പഠിച്ചു വെക്കുക. കോർ ഏരിയാസ് കൂടുതൽ സ്ട്രെസ് ചെയ്തുകൊണ്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ടീച്ചിങ് എക്സാംസുമായിട്ടുള്ള പുതിയ അപ്ഡേഷൻസുമായിട്ട് അല്ലെങ്കിൽ പുതിയ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.